അപ്പം എന്താണ് പുള്ളിയെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ആസ് എ ഭരണാധികാരി മാത്രമല്ല ആസ് എ മനുഷ്യൻ എന്താണ് വക്കീലിൻ്റെ ഒരു കാഴ്ചപ്പാട്? എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു പാവം മനുഷ്യനാണ്. ഒരു വല്ലാത്തൊരു ചട്ടക്കൂടി ഇങ്ങനെ പുള്ളി സ്വയം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ അല്ല, പുള്ളി ഈ ഏകാധിപതികൾ അടിസ്ഥാനപരമായിട്ട് ഭീരുക്കളായിരിക്കും. പുള്ളിയുടെ കാര്യത്തിൽ അത് ശരിയാണ്. ഈ പുള്ളി സ്റ്റാലിൻ്റെ ഒരു മുണ്ടെടുത്ത മുസോളിനി എന്നാണ് നമ്മൾ പറഞ്ഞത്. മുണ്ടെടുത്ത അതിൻ്റെ ഒരു റൈമിങ്ങിന് വേണ്ടി പറഞ്ഞാണ്. പക്ഷേ സ്റ്റാലിൻ്റെ ഒരു പുനരവതാരമാണ്. സ്റ്റാലിന് പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. റഷ്യയിൽ പുള്ളിയെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ലോ. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. പിന്നെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പുള്ളി സ്വയം സ്റ്റാലിനാകാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ പറഞ്ഞ മുസോളിനി എന്ന് പറയുന്ന പിണറായി വിജയനോട് ഏറ്റുമുട്ടി ഏതെങ്കിലും തരത്തിൽ വിജയം കൊയ്യാൻ VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യന് സാധിക്കും? എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് കൂടുതൽ മാന്യനായിപ്പോ എന്നുള്ളതല്ലേ VD സതീശൻ്റെ ഒരു കുഴപ്പം. VD സതീശൻ അങ്ങനെ പിണറായിയോട് വേറെ തുലനം ചെയ്യാൻ പറ്റിയ ഒരാളല്ല. പിന്നെ നിയമസഭയിൽ നല്ലപോലെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാൾ. പാർലമെന്റേറിയനാണ്, അടിസ്ഥാനപരമായിട്ട് പാർലമെന്റേറിയൻ. ജനത്തിന് അതാണോ വേണ്ടത്? അത് പറയാൻ പറ്റില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ഇങ്ങനെ ഒരു വലിയ ക്രൗഡ് പുള്ളറോ അല്ലെങ്കിൽ ആന്റണിയെ പോലെ തലക്കേറ്റും പ്രഭാവലയമുള്ള ഒരു വിശുദ്ധനോ കരുണാകരനെ പോലെ വലിയൊരു ചാണക്യനൊന്നുമല്ല സതീശൻ.